ABC ടോക്കിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ആയിട്ടുള്ള ശ്രീജിത്ത് പെരുമനയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് കൂടിയാണ് ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. സ്വാഗതം. ശ്രീജിത്ത് പെരുമന, ഈ ഹേമ കമ്മിറ്റി വലിയൊരു ചർച്ചയാവുന്നു, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ അതൊരു വലിയ ചലനം സൃഷ്ടിക്കുന്നു. അമ്മ തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥ വരുന്നു. ഒരു പറ്റം ആളുകൾ അമ്മയെ തന്നെ ലക്ഷ്യമിടുന്നു. ഈ മഞ്ഞ കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നു. ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയിൽ വരുന്നുകൊണ്ടിരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയും മറ്റ് ടീമുകളൊക്കെയാണ്. ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം ഒരുപാട് ഇടപെടലുകൾ ദിലീപിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? ദിലീപ് കേസിൽ നിരപരാധിയാണോ? ദിലീപ് കേസിൽ എന്തൊക്കെയോ ചില പുകമറകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വലിയ രീതിയിൽ സംശയമുണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് കോടതിയിലാണ്, കേസ് കോടതിയിലാണെന്നറിയാം, കാര്യങ്ങളൊക്കെയാണെന്നറിയാം. അങ്ങും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട്, ഇതിൻ്റെ പുറകെ പോയ ഒരാളായതുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ മട്ടാഞ്ചേരി മാഫിയും കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് എന്താണ് ദിലീപ് കേസും ഈ ഹേമ കമ്മിറ്റിക്ക് ശേഷം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ ഒരു ദിലീപ് കേസിൻ്റെ ഒരു ആംഗിൾ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു 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 പൊതുജനത്തിന് തൻ്റെ നിരപരാധിത്വം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 7 വർഷത്തെ കാലഘട്ടം അയാൾ അനുഭവിച്ചിട്ടുള്ള ട്രോമ, സാമൂഹികമായിട്ടുള്ള ബോയ്ക്കോട്ട്, അതുപോലെ തന്നെ കുടുംബത്തെ ഉൾപ്പെടെ മോശമാക്കിക്കൊണ്ടുള്ള ചിത്രീകരണം, അയാൾ പലവിധ ആരോപണങ്ങൾ, ജയിൽ 80-90 ദിവസത്തോളം ജയിലിൽ കിടന്നൊരു സാഹചര്യം, ഈ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യം, അദ്ദേഹം നയിച്ചുകൊണ്ടിരുന്ന പല സംഘടന, ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ മിമിക്രിക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും ഒക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള വലിയൊരു സംഘാടകൻ കൂടിയൊക്കെ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം. ആ ഒരു ഘട്ടത്തിൽ അതൊന്നും സാധിക്കാതെ ഈ ഒരു 7 വർഷക്കാലം, ആ 7 വർഷക്കാലം പ്രചരിപ്പിച്ച കഥകൾക്ക് മറുപടി പറയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. പലപ്പോഴായിട്ട് കോടതികൾ വെച്ചിരുന്ന ബെയിൽ കണ്ടീഷനിൽ ഒന്ന് പ്രധാനമായിട്ടും മാധ്യമങ്ങളോട് ഇൻട്രാക്ട് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. പുറത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചകൾ ഒരു അക്യൂസ്ഡ് എന്നുള്ള രീതിയിൽ ചെയ്യരുത് എന്നുള്ളത് ഇതിലാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻ. അപ്പം ഒരാളുടെ വായ അടപ്പിച്ചുകൊണ്ട് അത് ഒരു 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 സിസ്റ്റത്തിൻ്റെ ഒരു അച്ചടക്കത്തിന് ബാധകമായതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ അതിനെ വയലേറ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ ആ ഒരു നിസ്സഹായ അവസ്ഥ ചെറിയൊരു നിസ്സഹായ അവസ്ഥയല്ല. പ്രത്യേകിച്ച് അത്തരത്തിലൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള, ഇതിൽ നിന്ന് വരുമാനം കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തിക നേട്ടമുള്ള, സാമൂഹികമായിട്ടൊരു ഇമേജുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് തന്നെ ഈ 7 വർഷത്തെ പറയാം. അതിന് ചെറിയൊരു മാറ്റം, അതിന് മാറ്റമല്ല, സമൂഹം എന്തൊക്കെയോ ഹേമ കമ്മിറ്റിയിൽ ദിലീപിനെതിരെ പ്രതീക്ഷിച്ചു. 8ാം പ്രതിക്കെതിരെ പ്രതീക്ഷിച്ചു. ദിലീപിനെതിരെയാണ് ഹേമ കമ്മിറ്റി എന്ന് പോലും ആളുകൾ കരുതി. അല്ല, ആളുകൾ കരുതി എന്നുള്ളതിലൊരു അവരെ അതിശയോക്തി ഇല്ല. അതല്ലേ എന്നെ സംബന്ധിച്ച് അതിശയോക്തി. കാരണം നിർഭയ കേസിന് ശേഷം വർമ്മ കമ്മിറ്റി വന്നു, പുതിയ നിയമം മാറി എന്ന് പറഞ്ഞ പോലെ, അതിന് നിയമം ഉണ്ടായി പുതിയെന്ന് പറഞ്ഞ പോലെ, ദിലീപിൻ്റെ കേസ് വന്നതിന് ശേഷം ഈ പറയുന്ന ആക്ടേഴ്സിൻ്റെയും ആക്ട്രസ്മാരുടെയും ഒറ്റ സംഘടനയായിരുന്നത് പിളർന്ന് പുതിയൊരു ഗ്രൂപ്പായി മാറി. അത് തന്നെ കൊടുക്കുന്നൊരു മെസ്സേജ് എന്താ ഇവിടെ പിന്നെ ഒരു ചെരിതിരിവുണ്ട്, ഇവിടെയുള്ള ആണുങ്ങളൊക്കെ മോശക്കാരാണ് ഈ ആക്ടർമാരുടെ സംഘടനയിൽ, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള കുറച്ച് സംഘടന ഉണ്ടാക്കട്ടെ, ആക്ട്രസ്മാർ മാത്രമുള്ള സംഘടന ഉണ്ടാക്കട്ടെ എന്ന് കൊടുക്കുന്ന മെസ്സേജ് തന്നെ സമൂഹത്തിന് കൊടുത്ത അത് തന്നെയായിരുന്നു. ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ, അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉയർത്താനൊന്നും എന്തുകൊണ്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ നിന്ന് ഇവർ സഞ്ചരിച്ചത് ഒരു പ്രത്യേക ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും, ദിലീപിനെ എന്ന് തന്നെ പറയുന്നതായിരിക്കും വ്യക്തമായിട്ട് ചെയ്യുന്നത്. ജാമ്യം കിട്ടുന്നതിന് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അയാളെ കൺവിക്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് സമൂഹത്തിൽ അവർ അവതരിപ്പിച്ചത്. അയാൾ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്, കുറ്റവാളിയാണ്, കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിച്ചത്. അന്ന് ഈ WCC രൂപീകരിക്കുകയും കേസിന് പോവുകയും ചെയ്തപ്പോൾ, മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്ത സമയത്ത് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഈ ഒരു നടൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു ദിലീപ് എന്ന ആളുടെ 8ാം പ്രതിയേർക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ സമൂല നാശമാണ്. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പോ, ഇനി അഥവാ ഒരു വിദൂര സാധ്യതയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഇദ്ദേഹം കുറ്റവിമുക്തനായി വരികയാണെന്നുണ്ടെങ്കിൽ പോലും അന്ന് ഇയാൾ സാമൂഹികമായും അല്ലാതെയും ഈ സിനിമ എന്നുള്ള ഇൻഡസ്ട്രിയിലും ഒരു തരത്തിലും
ഉണ്ടാവരുതെന്നുള്ള അത്തരത്തിൽ ബലഹീനനായി സമൂഹത്തിൽ ഇയാളെ നികൃഷ്ടനായി അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അങ്ങനെ ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ റിപ്പോർട്ട് പുറത്ത് വരുമ്പോഴോ പുറത്ത് വരുന്ന ഇടയ്ക്കോ ദിലീപ് എവിടെയും പോയിട്ടില്ല. എൻ്റെ കേസ് കഴിഞ്ഞിട്ട് ഇത് വന്നാൽ മതി എന്ന് പറയാനോ കേസ് കഴിയുന്നതിന് മുമ്പ് വിടണമെന്ന് പറയാനോ പോയിട്ടില്ല. വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ അയാൾ എന്ത് ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെ നേരിട്ടിട്ടുള്ള ഒരാളാണ്. തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നേരിട്ടിട്ടുള്ള ആളാണ്. പിന്നെ വീട്ടിലേക്കും സുഹൃത്തിനും ശരത്തിനും എതിരെയൊക്കെ ആരോപണം വന്നപ്പോൾ നേരിട്ടിട്ടുള്ള ആളാണ്. എല്ലാ ആരോപണങ്ങളും അയാൾ നേരിട്ടിട്ടുണ്ട് നിയമപരമായി എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണം. അല്ലാണ്ട് പൊതുമധ്യത്തിലോ പത്രസമ്മേളനം വിളിച്ചിട്ടോ അല്ല, കോടതികളിൽ. അവിടെ ഈ പല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മാധ്യമങ്ങളിലുമൊക്കെ വരുന്ന വാർത്തകൾ ദിലീപിനെതിരായി കൊണ്ടുവരുമ്പോൾ, ദിലീപിന് അനുകൂലമായി കൊണ്ടെന്തെങ്കിലും വാർത്തകൾ എതിരെ വരുമ്പോഴും അനുകൂലമായി വരുമ്പോഴും പല ആളുകൾ വന്ന് ചോദിക്കുന്ന കാര്യം, വെറുതെയാണോ ദിലീപിനെ 90 ദിവസം പിടിച്ച് ജയിലിലിട്ടത്? ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ 90 ദിവസം പിടിച്ച് ജയിലിലിടുമോ? അല്ലെങ്കിൽ 55 ദിവസം 56 ദിവസം, എനിക്കറിയില്ല, ഞാൻ ഉദാഹരണം പറയണം, 56 ദിവസം പിടിച്ച് ജയിലിടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിലെടുക്കൊരു അജ്ഞത മൂലം തോന്നുന്ന കാര്യമല്ലേ? നിർബന്ധമായിട്ടും അതായത് ഇവിടെ ഇതൊന്നും വേണ്ട, ബലാത്സംഗ കൊട്ടേഷനൊന്നും വേണ്ട. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി അല്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്നു പലതവണ. സുപ്രീം കോടതിയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള അഭിഭാഷകനാണ് പി ചിദംബരം 150-200 ദിവസം കിടന്നു. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ജയിലിലാണ്, അരവിന്ദ് കേജ്രിവാൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഈ ദിലീപിനെതിരെ പോലെ ഉണ്ടാക്കിയ ഒരു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാലത്തും ഒരു രാഷ്ട്രീയ ജീവിതമൊന്നും കേജ്രിവാളിനൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴും ജയിലിൽ കിടന്നുകൊണ്ട് എങ്ങനെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി സാധിക്കുക? അത് പറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്ത കേസുകളൊക്കെ തള്ളിപ്പോയല്ലോ. അപ്പോൾ ജയിലിലും അയാൾ മുഖ്യമന്ത്രിയാണ്. അപ്പം ഇവിടെ ദിലീപ് ജയിലിൽ കിടന്നെങ്കിൽ അത് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി എവിഡൻസുകൾ എടുക്കാനുണ്ട്. ഈ ജയിലിൽ കിടക്കുക എന്നുള്ളതിന് തന്നെ നമ്മൾ ജുറിസ്പ്രുഡൻസിൽ പറയുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുക. എന്തിന്? ടു ഇൻട്രോഗേറ്റ്, കൃത്യമായി അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ വേണ്ടി. പുറത്തിറങ്ങിയാൽ രാജ്യം വിട്ടു പോകുമെന്നോ നശിപ്പിക്കാനോ ശ്രമം ഉണ്ടാകുമോ എന്നുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇത് 2ഉം 3ഉം ഇല്ല എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യമോ കിട്ടാം. ഈ പറയുന്ന വിധികളിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. ജയിലല്ല ബെയിലാണ് നിയമം, ജയിൽ എന്ന് പറയുന്നത് അപൂർവമായി മാത്രം കൊടുക്കേണ്ട ഒരു സാധനം ആണ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ്റെ പർട്ടിക്കുലർ കേസിൽ ഇതിനു മുമ്പ് എന്താണ് ജാമ്യം കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പറയാതിരിക്കാൻ വയ്യ. രാഷ്ട്രീയമൊന്നുമല്ല ഞാൻ പറയുന്നത്, സ്റ്റേറ്റ് എൻ്റെ ഒരു പ്രത്യേക ഒരു താല്പര്യം അതിലുണ്ട്. കാര്യം പ്രതി ദിലീപാണ്, സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ഇത് വന്നു, ചോദ്യങ്ങളുണ്ട്, പരാതികളുണ്ടാകുന്നു, അപ്പം ഉന്നതനെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ടാകുന്നു. അപ്പോൾ കുറച്ചധികം നാൾ ഇടുമ്പോൾ സർക്കാരിൻ്റെ ഒരു മുഖച്ഛായ കൂടെ പല കാര്യങ്ങൾ കൂടെ മറച്ചു വയ്ക്കാനും, ഈ സർക്കാരിൻ്റെ ഒരു മുഖച്ഛായ കൂടെ സ്ത്രീകൾക്കെതിരെ സ്ത്രീ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു സർക്കാർ എന്നുള്ളൊരു ഇമേജ് കൂടെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം അന്ന് സർക്കാർ നടത്തിയിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഏത് വിക്ടിമിനാണ് ബാത്തൻ ഇത്ര ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത്? അവർ പറയുന്ന പ്രോസിക്യൂട്ടർ, അതാത് സമയങ്ങളിൽ പറയുന്ന പ്രോസിക്യൂട്ടർ, അവർ പിന്നെ ജഡ്ജിനെതിരെ സൗകര്യമുള്ള സമയങ്ങളിലൊക്കെ ഹൈക്കോടതി പോയിട്ട് ഇവർ എനിക്കെതിരെ വിധി പറയുള്ളൂ, ഞാൻ അവിടുന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്പർ ഓഫ് ടൈം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ കോടതിയിൽ തന്നെ ഈ വിചാരണ കോടതി ജഡ്ജിയെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് കാലം വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇവർ പറയുന്ന സമയത്ത് തെളിവിടും, ഇവർ പറയുന്നത് പോലെ അടച്ചിട്ട മുറിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്. ഈ വാളയാർ കുട്ടികളുടെ അമ്മ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അതായത് രാജേഷൻ മേനോൻ എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ വെക്കാൻ സർക്കാർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടർ വെക്കാൻ സർക്കാരിന് താല്പര്യമില്ല. അങ്ങനെ വെച്ചാൽ എന്താണ്, ഈ കേസ് തെളിയുമെന്നൊരു ഒരു കാര്യം ഉണ്ടായിരിക്കും. സർക്കാരിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രിവിലേജ്ഡ് വിക്ടിംന്നോ അൺപ്രിവിലേജ്ഡ് വിക്ടിംന്നോ സാധാരണക്കാരനായ ദരിദ്രവാസികളായിട്ടുള്ള വിക്ടിമെന്നോ വിവേചനം ഭരണഘടനാപരമായും ഇല്ല, നിയമപരമായിട്ടും ഇല്ല. അപ്പോൾ ഇവിടെ ഈ ആവർത്തിച്ച് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം, ജഡ്ജിനെ മാറ്റണം, വനിതാ ജഡ്ജി ഈ വേറൊരു വനിതാ ജഡ്ജിയെ കൊണ്ടുവരണം, എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു പിന്നെ ഡിഫൻസ് ലോയർ, ബാലിശമായ വാദങ്ങൾ. പ്രതിഭാഗം വാദങ്ങൾ ഉന്നയിക്കാൻ നിയമപരമായിട്ട് അവകാശമുള്ള ഒരു നാടാണ് നമ്മുടേത്. ട്രയൽ സമയത്ത് അത് ഞാൻ കരഞ്ഞു, വാദികൾ കരയുന്നതിനെ പോലും ഒരു തരത്തിൽ നുണ പറഞ്ഞാൽ കരയും എന്നുള്ള സംഗതികളുണ്ട്.
നമ്മളൊക്കെ ഡിഫൻസ് പിന്നെ വേണ്ടിയിട്ട് വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ, എതിർവാദങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത്, ക്രോസ് എക്സാമിനേഷൻ്റെ സമയത്തൊക്കെ പലപ്പോഴും അവരുടെ ഫിസിക്ക്, നമ്മളോട് മറുപടി പറയുന്ന ഫിസിക്ക് പോലും ജഡ്ജ് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഒരു മറുപടി പറയുന്നതിൽ ഭാഷ പോലും ഒബ്സർവ് ചെയ്യാറുണ്ട്. പ്രത്യക്ഷമായിട്ട് അതിന് ഏതെങ്കിലും എവിഡൻഷ്യൽ വാല്യൂ ഇല്ല എങ്കിൽ പോലും കോടതിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വലിയ പ്രാധാന്യമുള്ള സാധനമാണ്. പല അക്യൂസ്ഡും സംസാരിക്കുമ്പോൾ കോടതി സാബൂതം നോക്കാറുണ്ട്, അയാളുടെ ഒരു ശരീരഭാഷ നോക്കാറുണ്ട്. അപ്പം ഇതൊക്കെ സാധ്യമായിട്ടുള്ള രീതിയിലൊക്കെ അവിടെയാണ് ഒരേ ഒരു മാർഗം ഈ പ്രതിക്കുള്ളത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ അത് ചെയ്യുന്നതിനെ പോലും പലപ്പോഴായിട്ട് അപവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വേള പിന്നെ ഹൈക്കോടതിക്ക് നിങ്ങളുടെ പേര് നടപടി എടുക്കേണ്ടി വരുന്നു, വിക്ടിമിൻ്റെ ലോയർ എടുത്തു. പ്രോസിക്യൂട്ടറോട് ഒരു വേള പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദി പബ്ലിക് പ്രോസിക്യൂട്ടർ ടു കൺവിക്ട് ഓൾ ദ വിക്ടിം ഇൻ എവറി കേസ് ബട്ട് ടു അസിസ്റ്റ് ദി പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പണി, നിങ്ങളെന്താ പറയുക, ഇരയുടെ മാലാക ചമയേണ്ടെന്ന് പറഞ്ഞു. ഇരയുടെ മാലാക ചമയേണ്ട, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്താൽ മതി എന്ന് പ്രോസിക്യൂട്ടറോട് പറഞ്ഞു. അപ്പം അത്തരത്തിൽ ഒരു പ്രിവിലേജ്ഡ് ആ വിക്ടിമിന് സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമാണ് സംഭവിച്ചത്. അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അപ്പോഴും പൾസർ സുനി കുലീനനായ മനുഷ്യൻ, 28 കേസുകളുള്ള, നേരത്തെ ഒരു ഡയറക്ടറുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയതിൽ FIR ഉള്ള, അത് പിന്നീട് ഒതുക്കി തീർത്ത, പൾസർ ബൈക്ക് കടത്തുന്നതിൽ മിടുക്കനായ, നാർക്കോട്ടിക് NDPS കേസുകളുള്ള ഒരാൾ, വളരെ കുലീനനായിട്ടുള്ള മനുഷ്യൻ. മാട്ടിനെക്കുറിച്ച് ചർച്ചയില്ല, ഇയാളെക്കുറിച്ച് ചർച്ചയില്ല, തെളിവ് നശിപ്പിച്ച 2 അഭിഭാഷകരെക്കുറിച്ച് ചർച്ചയില്ല, മറ്റ് പ്രതികളെക്കുറിച്ച് ചർച്ചയില്ല, 8ാം പ്രതിയെ തൂക്കിക്കൊല്ലണം എന്നുള്ള ഒരു നെഗറ്റീവ്, അത്തരത്തിലുള്ള ഒരു ഉദ്ദേശം, ഒരു ടാർഗറ്റ് ഈ കേസിലുണ്ടായി. പൾസർ സുനിയുടെ അമ്മയുടെ കണ്ണീര് പോലും കാണിച്ചു മാധ്യമം. പൾസർ സുനി എഴുതിയൊരു കത്ത് കണ്ണീര് എത്ര തവണ കാണിച്ചു. പൾസർ സുനിയെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ചർച്ചയിൽ മോശമായിട്ട് പറയുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ പാവം പൾസറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഖേമ കമ്മിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു റിലീഫ് കിട്ടിയിട്ടുണ്ട്. കാര്യം കമ്മിറ്റിയിൽ പിന്നെ എന്താണ് ഈ പറയുന്ന ഒരു 2 വരിയെ ഈ പറയുന്ന കേസുള്ളൂ. നടി ആക്രമിക്കപ്പെട്ടിരിക്കുന്ന സംഭവം മാത്രമല്ല, സീരീസ് ഓഫ് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. എന്നിട്ടോ നടി ആക്രമിക്കപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അതിലേക്ക് വ്യക്തമായി പറയുന്നില്ല. 2, ദിലീപിലേക്ക് എത്താൻ ഈ 235 പേജിൽ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്കും പറ്റിയിട്ടില്ല. അതായത് സമാന്തര മാധ്യമ വിചാരണ നടത്തിയതിന് ഞാൻ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ആ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു മാധ്യമം പോലും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ 235 പേര് ആളെ വെച്ചിട്ട് നോക്കിപ്പിച്ചു തോന്നുന്നു അവർ. എന്നിട്ട് പോലും ദിലീപിന് എതിരായിട്ട് പവർ ഗ്രൂപ്പിൽ ദിലീപ് ഉണ്ടെന്നുള്ളൊരു സൂചന പോലും ഇല്ല. പീഡനത്തിനില്ല, വാതിലിൽ മുട്ടിയ ആളുകളിലില്ല, കാരവാൻ കൊടുക്കാത്ത ആളുകളിലില്ല, കാരവാനിലെ ചിത്രങ്ങൾ എടുത്തിട്ട് ആസ്വദിച്ച ആളുകളിൽ പെടുന്നില്ല, ടോയ്ലറ്റ് പോയി തിരിച്ചു വരുമ്പോൾ കെട്ടിപ്പിടിച്ച ആളുകളിലില്ല, അതുപോലെ തന്നെ ഈ ദുബായിലായിരുന്നു പീഡിപ്പിച്ച ആളുകളിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിലും ദിലീപ്, അതൊരു വലിയ നിരാശ തന്നെ ഈ പറയുന്നൊരു വിഭാഗത്തിന്. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നത്, പക്ഷേ ഒരു വിഭാഗം തന്നെ ഞാൻ അവരോട് പറയും. ഇപ്പോഴിതാ വരുന്നു പവർ ഗ്രൂപ്പിൻ്റെ തലവൻ ദിലീപ്. എന്തെങ്കിലും ഒരു വാർത്ത അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അല്ല, ഇത് എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയത് എന്ന് ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. ഒരു സോഴ്സ് ഒന്നും ആരും ചോദിച്ചിട്ടില്ല. എന്ത് ഹേമയിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലേ, പറഞ്ഞിട്ടോ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ സർക്കാർ മൂടി വെച്ച റിപ്പോർട്ട് ഒരിക്കലും ഇവർക്ക് കിട്ടില്ല. പിന്നെ ഇത് എവിടെ നിന്ന് ഇവരെടുത്തു എന്നുള്ളത് ഒരാളും ചോദിക്കുന്നില്ല. അതിനെ സാധൂകരിക്കാൻ അവർ കൊണ്ടുവന്നൊരു സാധനമുണ്ട്. അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ബിന്ദു പണിക്കർ മൊഴിമാറ്റി, പിന്നെ സിദ്ദിഖ് മൊഴിമാറ്റി, ഇന്ന ആളുകൾ മൊഴിമാറ്റി എന്ന് അവർ പറയുന്നുണ്ട്. ഇത് എപ്പോഴത്തെ വാർത്ത അറിയോ? ഒരു 3 വർഷം മുമ്പുള്ള വാർത്തയാണ്. അവർ പിന്നെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ള വാർത്തയാണ്, ക്രോസ് ചെയ്യുന്ന സമയത്തുള്ള വാർത്തയാണ്. ജനങ്ങളെ ഫലപ്രദമായി പറ്റിക്കുക. അതായത് ആ വാർത്തയാണെന്നുമല്ല, ആ വാർത്തയിൽ എവിടെയും മൊഴി മാറ്റി എന്ന് പറയുന്നില്ല. നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഈ മൊഴിമാറ്റം എന്നുള്ളത് മാത്രമല്ല, വെറും ചർച്ച ചെയ്യപ്പെട്ടത് മാത്രമല്ല, ഈ മൊഴിമാറ്റത്തിന് പേരിൽ അതിജീവിത ആദ്യം ഈ പ്രത്യേക CBI കോടതിയെ പോയി, രണ്ടാമത് ഹൈക്കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചു. എന്താണ് ആവശ്യം? മൊഴി മാറ്റാൻ വിറ്റ്നസിനെ, സാക്ഷികളെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതിന് ഓരോ സ്വാധീനിച്ചതിൻ്റെ തെളിവുകളും പറയുന്നുണ്ട്. ഇത് വളരെ വിശദമായിട്ട് സുപ്രീം കോടതി വരെ പരിശോധിച്ചു. സ്വാധീനിച്ചത് തെളിയിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ നൽകാൻ മിസറബിളി അവർക്ക് സാധിക്കാത്തത് കൊണ്ട് കോടതി
എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും തരത്തിൽ ആ ജാമ്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഫൈനൽ ആ വിഷയത്തിൽ വേണ്ടിയിട്ട്. അതിനിടയിൽ ഗണേഷ് കുമാറിൻ്റെ ഒരു ബന്ധപ്പെട്ട ഒരാൾ മുഖേന മൊഴി മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്നാന്ന് തോന്നുന്നു ഒരാൾ വിളിച്ചത്, കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അവിടെ FIR ഉണ്ടെന്ന്. അതെ അതെ, അതിൽ അപ്ഡേഷൻ എന്തായിരുന്നു? അല്ല, അത് ഇതിലുണ്ട്. പിന്നെ കാസർഗോഡിൽ ഇട്ടിട്ടുള്ള പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ടുള്ള, കാസർഗോഡ് പോലീസ് സ്റ്റേഷനല്ല, പോലീസ് സ്റ്റേഷൻ പേര് ഞാൻ മറന്നു, ആ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ടുള്ള FIR മൊഴി മാറ്റാൻ ഫോൺ സംഭാഷണമൊക്കെ അതിൽ തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട്, സിം കാർഡിൻ്റെ കൊടുത്തത്. ഇതുൾപ്പെടെയാണ് സുപ്രീം കോടതി തീർപ്പാക്കിയത്. തെളിവില്ല, അത് പിന്നെ അതല്ല എന്നുള്ളത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിലൊരു എത്തിക്സിൻ്റെ പ്രശ്നമുള്ള പോലെ തന്നെ നിയമപരമായിട്ടൊരു പ്രശ്നം കൂടിയുണ്ട്. കോടതി തീരുമാനമെടുത്തൊരു വിഷയം, കീഴ്ക്കോടതിയല്ല, ട്രയൽ കോടതിയല്ല, ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി ഫൈനലി പറഞ്ഞൊരു വിഷയം. അതെങ്ങനെയാണെന്നേ ഒരു 3 വർഷം കഴിയുമ്പോൾ ഈ ഹേമ കമ്മിറ്റിയോട് ചേർത്ത് വെച്ചിട്ട് ഇതാ മൊഴി മാറ്റാൻ കൊടുത്തു എന്ന് പറഞ്ഞത് ഇല്ല എന്നുള്ളത് കോടതി പറഞ്ഞല്ലോ. ഇല്ലാന്ന് സെറ്റിൽഡ് ആയിട്ടുള്ളൊരു വിഷയം വീണ്ടും എടുത്ത് ചർച്ച ചെയ്തില്ലേ, ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ അതിൽ പ്രത്യേക അജണ്ടയില്ലേ? അതിൽ അതിഥികളായിട്ട് വരുന്ന ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഈ ഡിസ്കഷനൊക്കെ വരുന്ന ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് എല്ലാത്തിലും വരുന്നു. അവർ വരുന്നതിനൊന്നും ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷേ ഞാൻ പറയുന്നത് അത്തരം വരുന്ന സന്ദർഭങ്ങളിൽ നേരത്തെ ആരാണോ ഈ ഒരു അജണ്ടയുണ്ടാക്കി ഹേമ കമ്മിറ്റി വരെ വരാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി, AMMA പിളർത്തി പുതിയ സംഘടന ഉണ്ടാക്കി, ഫെമിനിസ്റ്റുകൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ ആണുങ്ങൾ മൊത്തം കുഴപ്പക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ആളുകൾ ഇവിടെ ഓടി വരികയാണ് ഈ പറയുന്നിരിക്കുന്ന വ്യാജ വാർത്തകൾ ഡിസ്കസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും. അപ്പം എന്താ ഇവരുടെ അജണ്ട? ശരിയായ വിഷയം ഇവിടെ കിടക്കുക. പീഡനങ്ങളും കാസ്റ്റിംഗ് കൗച്ചും ഒക്കെ ഈ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല, ഈ ലോകത്ത് എവിടെ സിനിമയുണ്ടോ, അത്തരം സംവിധാനങ്ങളുണ്ടോ അവിടെയുണ്ട്. സിനിമ മാത്രമല്ല, എല്ലാ മേഖലയുണ്ട്. പക്ഷേ സിനിമ എടുത്തു പറയുന്നത് ഇതൊരു എംപ്ലോയർ റിലേഷൻ ഇവിടെ ഇല്ല. ഞാൻ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വന്നൊരു സിനിമ പിടിക്കാം, ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും ഇല്ല. ഇവിടെ ഒരു വിഘടനവാദമൊക്കെ നടന്ന സമയത്ത് വിനയൻ സാറിനെ അവിടുന്ന് പുറത്താക്കുകയും വിനയൻ സാറ് ചേംബറിൽ പൈസ അടച്ചിട്ട് പെർമിഷൻ എടുക്കാണ്ട് തന്നെ സിനിമ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോൾ അത് അന്ന് കേരള ഹൈക്കോടതിയിൽ 2013 പോയ വിഷയമാണ്. ആ സിനിമ ഞാൻ ഏതാണെന്ന് ഓർക്കുന്നില്ല. ഞാനും വിനയൻ സാർക്ക് അത് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും അടുത്ത് ഞങ്ങൾ കലാഭവമണിയുടെ ദിവസം കണ്ടപ്പോൾ സാർ അത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയുടെ വിഷയം വന്ന സമയത്ത് എനിക്കത് ഓർമ്മയുണ്ട്. വെള്ളരി പട്ടണം പറഞ്ഞ സിനിമയുടെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് എനിക്ക് വിനയൻ സാറാണ് അയച്ചു തരുന്നത് 2013 ജഡ്ജ്മെൻറ്റ്. അതിൽ ഹൈക്കോടതി പറയുന്നുണ്ട് 1952 ഫിലിമോട്ടോഗ്രാഫ് ആക്ട് പ്രകാരം മാത്രം ഒരു സിനിമ സെൻസർ ചെയ്യണം, അതിൽ മറ്റെന്തെങ്കിലും ഒഫൻസീവ് ആയിട്ടുണ്ടെങ്കിൽ മറ്റേത് ചെയ്യണമെന്നല്ലാതെ സിനിമയ്ക്ക് ചേംബറിൽ പോകണമെന്നോ അമ്മയിൽ മെമ്പർഷിപ്പ് വേണമെന്നോ. ഈ ചേംബർ എന്നൊക്കെ പറയുന്നത്, അമ്മ സംഘടന പറയുന്നത് ചേംബർ എന്നൊക്കെ പറയുന്നത് ട്രസ്റ്റ് ആക്ട് പ്രകാരമോ 86 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമൊക്കെ ഞാനും നിങ്ങളൊരു നാട്ടിലെ എന്താണ് ആർട്സ് ആൻഡ് സ്പോർട്സ് റിക്രിയേറ്റീവ് ക്ലബ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതിന് സമാനമായ ക്ലബ്ബാണ് അമ്മയും. അതൊരു പ്രൈവറ്റ് ക്ലബ്ബ്. അതിൽ ഞാൻ ഇവിടെ ഒരു സിനിമ എടുക്കുമ്പോൾ പോയി രജിസ്റ്റർ ചെയ്യണമെന്ന് പറയാനുള്ള അവകാശമൊന്നും അവർക്കില്ല. പക്ഷേ ഇവർ ഒരു യൂണിയനായിട്ട് വരികയും ബ്ലാക്ക് മെയിലിങ് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ അത് വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിലേക്കല്ല. അങ്ങനെയുള്ളൊരു സംഘടന സിനിമയിൽ എന്തുകൊണ്ട് കാസ്റ്റിംഗ് കൗച്ച് വരുന്നു വെച്ചാൽ, ഞാൻ പ്രൊഡ്യൂസർ, എൻ്റെ അടുത്ത് പൈസയുണ്ട്, ഞാൻ യൂണിറ്റ് വിളിക്കുന്നു, എനിക്കിഷ്ടമുള്ള ആളെ എനിക്ക് കോടികളുണ്ട്, എനിക്ക് എത്രയോ പൈസ മുടക്കാൻ താല്പര്യമുണ്ട്, ആരെ വേണമെങ്കിലും എനിക്ക് വിളിക്കാതിരിക്കാം. 15 ദിവസം വന്നിട്ട് എനിക്ക് ആ സിനിമയിൽ നിന്ന് വേണ്ടാന്ന് വയ്ക്കാം, ഞാൻ ഷൂട്ട് ചെയ്ത ഭാഗം വെട്ടി മാറ്റാം. അതെ, ഞാൻ തെറ്റി ഡ്യൂറിങ് ആ ഒരു സമയത്ത് ഞാൻ തെറ്റി. ഫസ്റ്റ് പ്രിവ്യൂ കാണുന്ന സമയത്തേക്കും ഞാൻ അതിലുണ്ടായിരുന്ന ഒരു പ്രധാന ആക്ടറുമായിട്ട് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്ത് വന്നു, ഒരു റിവെഞ്ചൊക്കെ വന്നു. തെറ്റി നമ്മൾ ഒന്നും കൂടെ ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ മുഴുവൻ സിനിമ ഇതൊക്കെ പോട്ടെ എന്ന് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എൻ്റെ ഇഷ്ടം ഈ സിനിമ വേണ്ട, സിനിമ എടുത്തു, ഞാൻ റിലീസ് ചെയ്യുന്നില്ല, എൻ്റെ പൈസയാണല്ലോ പോയത്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ആക്ട് ഒന്നും ഈ പറയുന്ന തൊഴിലിടങ്ങളിലെ അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുത്തി ഈ പോസ്റ്റ് ആക്ട് അട്രാക്ട് ചെയ്യിപ്പിച്ച് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നതിലൊക്കെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിയമപരമായിട്ട് ഇപ്പോഴും അതിന് ഭേദഗതിയൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഇൻറ്റേർണൽ കമ്മിറ്റികളുണ്ട്. പിന്നെ ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു കമ്മിറ്റികൾ വേണം എന്നുള്ളൊരു ഡയറക്ഷനുണ്ട്. സർക്കാർ അതിലും ഒരു ജിയോ ഒന്നും ഇറക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയി റിലേഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത് നിലനിൽക്കൂലേ? നിൽക്കും. എങ്ങനെ? എനിക്കിഷ്ടമുള്ളവരെ എടുത്താൽ മതി, മാന്യമായിട്ട് നിൽക്കുന്ന ആളുകളെ എടുത്താൽ മതി. ഇനി എനിക്ക് ചില താല്പര്യങ്ങൾ കൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എനിക്ക് എടുത്താൽ മതി. വേണമെന്നോ വേണ്ടെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ലീഗലി സംസാരിക്കുന്നത് പോലെ എങ്ങനെയാണ് ഫേക്ക് ആരോപണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന്,
ടു ടേക്ക് റിവെഞ്ച്. ഞാൻ അവരുമായി സഹകരിച്ച് സിനിമയിൽ വന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിനിമയിലെ നായകൻ പറഞ്ഞു ഈ കുട്ടിയെ കൂടെ കൂട്ടു, ആണായാലും പെണ്ണായാലും കൂട്ടു, അവരഭിനയിക്കട്ടെ, അവർ നല്ല മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടി. അത് വേറെ പല ഇവർ സിനിമയിൽ അഭിനയിക്കുന്നു, ആരെങ്കിലുമായി അഡ്ജസ്റ്റ്മെൻറ്റോ, നമ്മൾ ഈ ഹേമ കമ്മിറ്റി അങ്ങനെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ അതിനെ പറയുന്നത്. അല്ലാതെ അവർ ചിലപ്പം ആ സമയത്ത് നടന്നിട്ടുള്ള ഒരു കൺസെൻഷ്യൽ റിലേഷൻഷിപ്പോ, പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടാളുകൾ തമ്മിലുള്ള കൺസെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പോ, ഇൻറ്റിമസിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓറൽ റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺസെൻ്റ് ഉണ്ട്. ആ കൺസെൻറ്റ് വെച്ച് നടന്നതിന് പിന്നീട് ടു ടേക്ക് അഡ്വാൻറ്റേജ്, അല്ല ടേക്ക് റിവെഞ്ച്, പിന്നീട് അവർക്ക് എന്ത് കിട്ടിയിട്ടില്ല. ഈ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിലേഷൻ്റെ പേരിൽ ആജീവനാന്തം ഇന്നൊരാൾക്ക് സിനിമ കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അവിടെയാണ് പലതും പീഡനങ്ങളായി മാറുന്നത്, പിന്നീട് പീഡനങ്ങളായിട്ട് മാറുന്നത്. അവിടെ അതും ഞാൻ പറയാം, അങ്ങനെ വരാൻ പറ്റാത്ത വിഭാഗമുണ്ട്. ആണും പെണ്ണും ഉണ്ടാകാം, ആണും പെണ്ണും ഉണ്ടാകും. ആൺകുട്ടികൾ തന്നെ വന്നിട്ടുണ്ടല്ലോ ഇപ്പം, അതും സത്യമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ഉണ്ടല്ലോ, അതും തെളിഞ്ഞല്ലോ, അങ്ങനെയും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാകും. അതല്ല എങ്കിൽ ഓർ ടു ടേക്ക് അഡ്വാൻറ്റേജ്, ഏത് പൈസ മേടിക്കാൻ, കാറ് മേടിക്കാൻ, ആഡംബരമായി ജീവിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് പാർട്ട്ണർ ആവാൻ, അല്ലെങ്കിൽ അവരുടെ നിർമ്മാണത്തിൽ കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയോ ആവാം. അത് കിട്ടാത്തപ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതിലേക്ക് പോകാത്ത സമയത്ത് ഇതൊക്കെ മാറ്റർ ഓഫ് ടൈം ആണ്, അല്ലേ? അത് അങ്ങനെ ആരെങ്കിലും ചെയ്തു, ഇനി ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നൊന്നും അതിന് ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വനിതാ കമ്മീഷൻ പറഞ്ഞ 53% കേസുകളിലും ടു ടേക്ക് റിവെഞ്ച് ഓർ ടേക്ക് അഡ്വാൻറ്റേജ്, ദാറ്റ് ഇൻ ദ ഫോം ഓഫ് മണി, കാർ, എന്ന ലക്ഷറിയസ് ലൈഫ്, എന്തുമാകാം. അപ്പം റിവെഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനോ കൺസെൻഷ്യൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ പിന്നീട് വന്നിട്ട് അതിനെ റേപ്പായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ള ആക്ഷേപം ഞാൻ പറഞ്ഞതല്ല, സുപ്രീം കോടതി പറഞ്ഞാണ്. തീർച്ചയായിട്ടും. ഈ ദിലീപേട്ടനുമായി ബന്ധപ്പെട്ട് ഈ സിനിമയിൽ ഇത്രയധികം മയക്കുമരുന്ന് കേസുകൾ ഈ കഴിഞ്ഞൊരു 5-6 വർഷത്തിനിടെ വളരെയധികം വർദ്ധിച്ചു. ഒരു ആരോപണം ഇങ്ങനെ നിലനിൽക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് സിനിമയിലെ ഈ പല കാര്യങ്ങൾക്കും, അതായത് ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഇടപെടലുകൾക്കും പല കാര്യങ്ങൾക്കും ഒക്കെ വിഘാതമായി നിന്നൊരു മനുഷ്യനായിരുന്നു ദിലീപ് എന്നും, അത് വലിയൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ദിലീപിന് ഇത്തരത്തിലൊരു അനുഭവം നേരിടേണ്ടി വരുന്നത് എന്നുള്ള ചർച്ചയുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല, അതൊരു ചർച്ചയുണ്ട്. യഥാർത്ഥത്തിൽ കേസ് നമുക്ക് മാറ്റിവെച്ചാൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരം മയക്കുമരുന്ന് ഇടപാടുകളിൽ നിന്നും സിനിമ സെറ്റുകളിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നതിനെ എതിർത്ത ഒരാളായിരുന്നു. അല്ല, അത് ഒരു ഉദാഹരണത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺവിൻസിങ് ആയിരിക്കും. അതായത് നമ്മുടെ മുമ്പിലുള്ളത് ഈ ആക്ട്രസ് അസോൾട്ട് കേസാണ്. അതിന് ഇപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞ ഇത്തരത്തിലൊരു ചർച്ചകൾ കൂടെ പാരലായിട്ട് നടക്കുന്നുമുണ്ട്. ഇതുകൊണ്ട് ആണോ ഇത്തരത്തിൽ പുള്ളിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അല്ലേ? അതാണ് ചോദ്യം. അങ്ങനെ അതിൽ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വർഷമായി വലിയ ആരോപണമാണ്, 90 ദിവസത്തിന് മുകളിൽ ജയിലിൽ കിടന്നു. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ എല്ലാ ദിവസവും എന്ന പോലെ വീട്ടുകാരെയും നാട്ടുകാരെയും കുട്ടികളെയും കുഞ്ഞു കുട്ടികളെ ചേർത്ത് വെച്ചിട്ട്, കുഞ്ഞു മകളെയൊക്കെ ചേർത്ത് വെച്ചിട്ട് വരെ ഉണ്ടാകുന്ന കഥകളുണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പോലും ഈ ദിലീപ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഇവരുടെ സംഘടന, ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളോ അതിലെ ഫാൻസ് അസോസിയേഷനോ ദിലീപ് ഫാനോ ഒന്നും അല്ല കേട്ടോ. പക്ഷേ ഞാൻ പറയുകയാണ്, ഇവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെയാണ്, അമ്മമാർ ഒക്കെയാണ്. എന്താണ് ആരോപണം? ഒരു പെൺകുട്ടിയെ, അതും അവർ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സമയത്ത് ബലാത്സംഗം ചെയ്തു എന്നല്ല, അതിനേക്കാൾ ബ്രൂട്ടലായിട്ട് ഉള്ളൊരു മനോഗതി, അതൊരു വൈകൃത മനോഭാവമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ഇത് റേഷൻ കൊടുക്കുക, റേപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം. അപ്പോൾ അങ്ങനെ ആ ഒരു ആരോപണം എയറിൽ നിൽക്കുമ്പോൾ, ഇത്രയും ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പോലും ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. തീർച്ചയായിട്ടും. ഈ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു ഇത്രയും ഹൈ ഫെയിമിലും ആ ഒരു ഇതിലും സാമ്പത്തികമായിട്ടുള്ള ഇതിലും എല്ലാ സിനിമകളും ഹിറ്റാവുകയും ജനപ്രിയ നായകൻ എന്നൊക്കെ ഒരു ടാഗ് ലൈനൊക്കെ സ്വയം കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ, സമൂഹം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ ഇത്രയും വലിയൊരു പരീക്ഷണത്തിലൂടെ പോകുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വലിയൊരു പ്രശ്നം മറ്റെന്ത് എന്നുള്ളൊരു കാര്യം ആലോചിച്ചതന്നെ. പക്ഷേ അദ്ദേഹത്തിനോട് പലപ്പോഴായിട്ട് പല രാത്രികളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വളരെ വൈകിയൊക്കെ സംസാരിച്ചപ്പോൾ പോലും
ഈ പറയുന്ന ഒരു ആത്മധൈര്യം പുള്ളിക്കുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകണം. ഇതിപ്പോൾ അതിൻ്റെ എന്നോട് എല്ലാ രാത്രിയും സംസാരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം നിരപരാധിയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പറഞ്ഞു വന്നിട്ടാണ് ആ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ ഈ കേസല്ലാതെ ഒരു പെറ്റി കേസ് പോലും പുള്ളിയുടെ പേരിലില്ല. ഞങ്ങൾ ഈ ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന സമയത്ത് ജാമ്യത്തിന് വേണ്ടിയും അല്ലാതെയും ഏത് സമയത്തും ഹാജരാകുമ്പോൾ ഇനിയിപ്പം ഞങ്ങളെ കൺവിക്റ്റ് ചെയ്തു, ഞങ്ങളുടെ പ്രതികളെ കൺവിക്റ്റ് ചെയ്യുകയാണ് ഒരു ക്രിമിനൽ കേസിൽ, ഒരു കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് വിചാരിക്കുക. അതിൽ ഞങ്ങളെ കൺവിക്റ്റ് ചെയ്യാണ്, നിങ്ങൾ കുറ്റക്കാരനാണ്. ഇനി ശിക്ഷയിന്മേൽ നമുക്കൊരു വാദം ഉണ്ട്. ആ വാദം നടത്തുമ്പം ഞങ്ങൾ പറയാതറിയോ, പ്രതിക്ക് നോ ആൻറ്റിസിഡൻസ്. മുൻകാലത്ത് ഒരു പെറ്റി കേസിൽ പോലും പുള്ളി ഇതിൽ അല്ല, ക്രിമിനൽ പശ്ചാത്തലം ഇല്ല. അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അയാളുടെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം, വീട്ടിലെ പശ്ചാത്തലം, മാനസികാവസ്ഥ, ഇത്രയും കാര്യങ്ങൾ ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അയാൾ കുറ്റക്കാരനാണെങ്കിൽ പോലും നിങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത്, ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരാൾ, ഏതെങ്കിലും ഒരു മാഫിയയുടെ ഭാഗമായിട്ട് പോലും പേര് വന്നിട്ടില്ല ആ കേസിന് മുമ്പായിട്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന പേരുകാരുടെയൊക്കെ പേരിൽ നേരത്തെയും ആരോപണങ്ങളുണ്ടായിട്ടുണ്ട്. ലഹരി പാർട്ടിയുടെ ആരോപണങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള ചർച്ചകളുണ്ടാകുന്നുണ്ട്. ദിലീപിനെ കുറിച്ച് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ എനിക്കതിനെക്കുറിച്ച് നേരിട്ടറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പരാതിയും വന്നിട്ടില്ല. ദിലീപുള്ള ഏതെങ്കിലും സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരാതി വന്നിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു മാഫിയയുടെ ഏജൻറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം പ്രത്യേകിച്ച് സ്ത്രീ വിഷയം, ലഹരി വിഷയം, ഇത്തരം വിഷയങ്ങളാണ് സ്ത്രീ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമായിട്ടും നോക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു 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 ക്ലീൻ ചിറ്റ് സമൂഹം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ ഈ ചാഞ്ഞ മരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ദുബായിലെ ഇയാളെ അറിയില്ല, നമ്മുടെ വിതരണക്കാരൻ, ഒരു അന്താരാഷ്ട്ര വിതരണക്കാരൻ, നമ്മുടെ പേര് ഞാൻ മറന്നു, മുഹമ്മദ് ഗോൾച്ചൻ പിന്നെ ദിലീപിൻ്റെ കൂടെ നിൽക്കുന്നതിന് ദിലീപിനെ അന്താരാഷ്ട്ര പിന്നെ ഗൂഢാലോചനയുടെ തലവനാക്കി കളഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഈ മറ്റേ ദാവൂദ് ഇബ്രാഹിം ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള ചർച്ചകളിലേക്കൊക്കെ വന്നു. ഞാൻ സിമ്പിളായിട്ട് നോക്കുമ്പോൾ ഗോൾച്ചൻ്റെ കൂടെ പിന്നെ എന്താണ് ലേഡി സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, മമ്മൂട്ടി, ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവരുടെ ഫേസ്ബുക്കിൽ വളരെ അപൂർവം ആളുകൾക്ക്, മമ്മൂട്ടി തിരിച്ചും മോഹൻലാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേ വിഷസൊക്കെ ചെയ്യാറുണ്ട്. വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ അവർ അത്തരത്തിലുള്ള ആ ഒരു ഇതിലെ പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. ഗോൾച്ചന് എല്ലാ വർഷവും കൃത്യമായിട്ട് മമ്മൂട്ടി മോഹൻലാലും ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ പടങ്ങൾ UAE-യിലും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം വിതരണം ചെയ്തിരിക്കുന്നത് ഗോൾച്ചനാണ്. ഇവിടെ വന്നിട്ടുണ്ട്, കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോകളുണ്ട്. എന്തുകൊണ്ട് ഗോൾച്ചനെ ദിലീപ് കാണുമ്പം ദിലീപിന് അന്താരാഷ്ട്ര മാഫിയ ബന്ധം ഉണ്ടാകുന്നു? മനസ്സിലായില്ലേ? അപ്പം എല്ലാ അർത്ഥത്തിലും അടി കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ, ഈ പറയുന്ന ആളുകളുടെ, അതിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അറിയാം. ഈ പറഞ്ഞ പോലെ സൂര്യൻ എൻ്റെ മറന്നേക്ക് വരുന്നൊരു ദിവസം മിക്കവാറും എന്തായാലും അദ്ദേഹം അത് വെളിപ്പെടുത്തുമായിരിക്കും. അന്നും നമുക്കറിവായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആത്യന്തികമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദിലീപിനെതിരെ, സുരേഷ് ഗോപിയുടെ ഭാഷ കടന്നെടുത്ത് പറഞ്ഞാൽ, ദിലീപിനെതിരെയുള്ള തീറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കുള്ള തീറ്റയല്ലെന്ന് ചോദിച്ചാൽ ദിലീപിനെതിരെയുള്ള തീറ്റിയൊന്നും സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഈ ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വലിയ ഒരു അടി മാധ്യമങ്ങൾക്ക് കിട്ടിയത്. പകരം കുറേ മയക്കുമരുന്ന് പാർട്ടികളും യഥാർത്ഥ പവർ ഗ്രൂപ്പിൻ്റെ പല ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തു. നമുക്കറിയില്ല പാർത്ത, എത്ര മെയിൻ സ്ട്രീം നായിക നടിമാർ ഇവിടെയുണ്ട്. ഒരു സിനിമയിൽ വന്നു കഴിവ് കൊണ്ട് കയറി വന്ന ആളുകൾ. ഈ പരാതി ഉന്നയിച്ച ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പലപ്പോഴും നമ്മൾ പല നടിമാരെയും നമ്മൾ സിനിമയിൽ പോപ്പുലറായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ചെയ്തില്ല. അതിനർത്ഥം അവരൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ എവിടെ പോയി ഈ ബാക്കിയുള്ള ആളുകൾ? ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുക്കാത്ത വിക്ടിംസ് ആണല്ലോ വന്ന് പറയുന്നത്. ഈ മൊഴി കൊടുത്ത വിക്ടിംസ് ആർജവത്തോടെ വന്ന് പറയട്ടെ, കമ്മിറ്റിയിൽ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നയാളുടേത്, അതെന്തിനാ പിന്നെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? എടുത്തു കൊടുക്ക്, ഞാനാണല്ലോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തായാലും മോഹൻലാലിനെ പറ്റിയോ മമ്മൂട്ടിയെ പറ്റിയോ ദിലീപിനെ പറ്റിയോ സുരേഷ് ഗോപിയെ പറ്റിയോ ഒന്നും ഇപ്പം വന്നിട്ടുള്ള ഈ 8 വിക്ടിംസ് പറഞ്ഞിട്ടില്ല. അല്ലാത്ത നടന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്, ജാമ്യം കിട്ടിയിട്ടുണ്ട് കുറേ ആളുകൾക്ക്. ബാക്കി കേസുമായി മുന്നോട്ട് അവരും കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല പവർ ഗ്രൂപ്പ് എന്ന് മീഡിയ പറയുന്നുമുണ്ട്. അപ്പോൾ ഒരു പവർ ഗ്രൂപ്പുണ്ട്,
പ്രമുഖ നടന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്വാധീനിക്കാൻ കഴിയുള്ളത്. അത് നമുക്കറിയാം. ഒരു മലയാള സിനിമ എന്തെങ്കിലും നിരീക്ഷിച്ചിട്ടുള്ള ഒരാൾക്കെങ്കിലും ആയിരിക്കും ഈ പ്രമുഖന്മാരെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, അവരിലേക്കുള്ള ആക്സസ് പോലും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും ഇല്ല. അതെ 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 അതെ. മോഹൻലാലും മമ്മൂട്ടിയും ഒരു സെറ്റിലുണ്ടെങ്കിൽ അവർ ആക്ട് ചെയ്യാൻ വരുന്നു, അവരുടെ കാരവാനിലേക്ക് കയറി പോകുന്നു, അല്ലെങ്കിൽ അവർ പലപ്പോഴും ചെറിയൊരു ഇൻട്രാക്ഷൻ മാത്രമാണ് പലപ്പോഴും നടത്താറുള്ളത്. അവർക്ക് ആക്സസ് ഉള്ളത്, അവരിലേക്ക് ആക്സസ് ഉള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മുഖ്യധാര നായികമാർക്കും മറ്റ് പോപ്പുലറായിട്ടുള്ള ആളുകൾക്കുമാണ്, സിനിമകൾ നിരന്തരം ചെയ്യുന്ന ആളുകൾക്കുമാണ്. ഈ പലപ്പോഴും നമ്മൾ ഓണാഘോഷം, വിഷു ഇതൊക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടിരുന്നിട്ട് ഏഷ്യാനെറ്റിലും പിന്നെ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അമ്മയുടെ വേദിയിലും അല്ലാതെയും എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നടിമാർക്കപ്പുറത്തേക്ക് 65 പേജിൽ ഒളിപ്പിച്ചിരിക്കുന്ന പേരുകാരൻ, ഇന്നവൻ്റെ പേരാണ് ഞാൻ പറഞ്ഞ, ഇന്ന പ്രമുഖൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് അറിയാവുന്ന നടിമാരിവിടെ ഇല്ലേ? അത് പുറത്തു വിടാൻ ഒരാൾ വന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പേര്, അത് കമ്മിറ്റി പുറത്തു വിടണം എന്ന് ഇച്ഛാശക്തിയോടുകൂടി ഒരു പെൺകുട്ടി എന്തുവെന്ന് പറയാത്തത്? ഹൈക്കോടതി പറഞ്ഞില്ല ആർക്കും പറയാമെന്ന്, വേണ്ട ഫോൺ കോളിലൂടെ ഒന്ന് പറയട്ടെ, SMS പറഞ്ഞാൽ മതി ഒരു പോലീസിനോ മുഖ്യമന്ത്രിക്കോ ആർക്കെങ്കിലും. ഒരു വെള്ളക്കടലാസിൽ പേര് പോലും എഴുതാണ്ട് ഞാനിത് മൊഴി കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞാൽ പോലീസ് പോയി മൊഴി എടുക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഹേമ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആളുടെ പേര്, ഇന്ന ആൾ അവിടെയുണ്ട്, അത് എടുക്കാൻ പറ, 65 പേജിൽ എടുക്കാൻ പറ എന്ന് പറയും. പക്ഷേ വരട്ടെ, ഹൈക്കോടതി 10-ം തീയതി പൂർണ്ണരൂപം പരിഗണിക്കുകയാണ്. പൂർണ്ണരൂപം പരിഗണിക്കുമ്പോൾ ആ പേരുകൾ എന്തായാലും ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ സ്ത്രീ ജഡ്ജിമാർ കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും, നിങ്ങൾക്ക് പരാതി ഉണ്ടോ, ഈ എന്താണ് നിങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുന്നേ പറഞ്ഞ പോലെ പരാതി ഉണ്ടോ എന്ന് ചോദിക്കും. പരാതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യായം എന്നത്തേക്കുമായിട്ടടേ അവസാനിച്ചു. പരാതി ഉണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് വരും. പക്ഷേ ഞാൻ ചിന്തിക്കുന്നില്ല, ഇത്രയും പുകിലൊക്കെ ഈ നാട്ടിൽ നടന്നിട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരാളെ പോലും പിന്നെ ജയിലിലേക്ക് അയച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കള്ളപ്പരാതിയും ഈ പറയുന്ന കോൺസ്പിറേറ്ററുടെ ടൂളൊക്കെ ആയിട്ട് മാറിയിട്ടുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരിക്കും ഇപ്പോൾ. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഭാഗത്തു നിന്ന് അത്രയും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരൊന്ന് മാറ്റി ചിന്തിക്കുന്നുണ്ടാകും. ഒറ്റൊരുത്തിനും അറ്റു പോയിട്ടില്ല, എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് പറയേണ്ടി വരും എന്നുള്ളത്. അതെ അതെ, അത് കറക്റ്റാണ്. മനസ്സിലായില്ലേ? ഇതിൽ വരട്ടെ, ഇതിലിപ്പം പല രീതിയിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റുകളും നുണപരിശോധനകളും ഒക്കെ ഉണ്ട്. ഈ സ്ത്രീകളെ സംബന്ധിച്ച് അയ്യോ നുണപരിശോധനയൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാകും എന്നുള്ള രീതി, മനസ്സിലായോ? അതെ അതെ അതെ. അങ്ങനെ പേടിച്ച് വരാത്തത് ഒരു ഭാഗം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എവിടെയും ഞാനൊരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള നിലപാടല്ല എടുക്കുന്നത്. അങ്ങനെയും അത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ സാമൂഹിക ഇടപെടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ, തീർച്ചയായും. ഇവിടുത്തെ ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധർ ഇപ്പോൾ വന്നിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ അവർ എനിക്കെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. ഈ മെൻസ് അസോസിയേഷനെ ഞാൻ വളരെ മോശമാക്കിയിട്ട് ഒക്കെ പറഞ്ഞതിനൊക്കെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു രജിസ്ട്രേഡ് സൊസൈറ്റി ആയിട്ടാണ് അപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ അശ്ലീലമാണ് അല്ലേ? ഒരു സൊസൈറ്റിയിൽ, ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഏത് പീഡനം നടന്നാലും അതിനെ അനുകൂലിക്കുക. അപ്പോൾ ഏത് പീഡനം നടന്നാലും അതിനെ അനുകൂലിക്കുക. അത് അവർ ഒരു ഇവരുടെ നേരെ ഓപ്പോസിറ്റ് ഈ വേറൊരു വിഭാഗം എന്നുള്ള രീതിയിൽ ഈ രണ്ട് എക്സ്ട്രീമും അപകടമാണ്. മനസ്സിലായില്ലേ? ഇവർ മുതലെടുപ്പാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ എനിക്ക് WCCO ഇവരാരെങ്കിലും അങ്ങനെ മുതലെടുപ്പുകാരാണെന്നുള്ളൊരു അഭിപ്രായമില്ല. അമ്മയിലെല്ലാവരും പീഡകന്മാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ പറയുന്ന ഇൻഡസ്ട്രിക്കുള്ളിൽ വളരെ വളരെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല കുതികാൽ വെട്ടൽ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, ഈ പറഞ്ഞിരിക്കുന്ന അതിൽ ഒരു ആസ്പെക്റ്റ് മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ് ഈ ലൈംഗിക ഫേവർ ചോദിച്ചുകൊണ്ട് കാസ്റ്റിംഗ് കൗച്ചൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാകുന്നത്. തീർച്ചയായും. അപ്പോൾ ആത്യന്തികമായിട്ട് ഹൈക്കോടതി ഇടപെടലിലൂടെ അല്ലാതെ ഇരകൾ ഇനി മുന്നോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സർക്കാർ ഇത് പറഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ റിസ്ക് എടുക്കാൻ നിൽക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പൊതുസമൂഹത്തിന് ലൈംഗികതയ്ക്ക് അപ്പുറത്തേക്കൊന്നും അറിയേണ്ട എന്നുള്ളതൊരു കാര്യം കൂടിയുണ്ട്. അപ്പം കോടതിക്ക് ഈ ആവേശ കമ്മിറ്റിയെയോ ആൾക്കൂട്ട കമ്മിറ്റിയെയോ ഒന്നും കണ്ടിട്ട് തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. ഒരു പെർസെൻറ്റേജ് പോലും ഈ പറയുന്ന സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ ഒരു അവരുടെ ബോധ്യം കണക്കിലെടുക്കേണ്ട കാര്യം കോടതിക്കില്ല. അപ്പം കോടതിയുടെ, ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അവിടെ തന്നെയാണ് ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നത്. കോടതി പോലും പറയില്ല ഈ പോയിട്ടുള്ള ആൾക്ക് കേസ് എടുക്കുമെന്ന്. കോടതി പറയും അവർക്ക് പരാതിയുണ്ടോ,
മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയായിരിക്കും പറയുക. ആ രീതിയിൽ ഒരു മാറ്റത്തിനുള്ള ഈ പറയുന്ന കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മാറ്റത്തിന് ആവണം ഹേമ കമ്മിറ്റി. പക്ഷേ പല്ലും എന്താണ് എല്ലാം ഒന്നുമില്ലാത്ത ഒരു കമ്മിറ്റി ആയിപ്പോയി എന്നുള്ള വലിയ ദൗർഭാഗ്യകരമായിട്ട് 1,60,00,000 രൂപ പോവുകയും ചെയ്തു. തീർച്ചയായും. അപ്പം അങ്ങനെയുള്ളൊരു കമ്മിറ്റി ആയിപ്പോയി എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. അത് മുതലെടുപ്പിന് മാത്രമുള്ള ഒരു സ്പേസായി മാറി എന്നുള്ളതിൽ സങ്കടകരമാണ് അവസ്ഥ എന്നുള്ളതും പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും മുഖ്യധാരാ മാധ്യമങ്ങൾ ഒളിച്ചു വെക്കുന്ന ചർച്ച ചെയ്യപ്പെടാത്ത ചില സത്യസന്ധമായ ചില മേഖലകൾ മറ്റൊരു വശം കൂടി ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ തുടർച്ചയായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സമൂഹം അറിയാൻ, പ്രേക്ഷകർ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചത്. എന്തായാലും ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി. ഇതിനേക്കാൾ കൂടുതൽ വെളിപ്പെടുത്താനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. ഈ ഒരു ഘട്ടത്തിലല്ല, കോടതിയുടെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകട്ടെ. ഈ പറയുന്ന 8ാം പ്രതിയെ തൂക്കിക്കൊല്ലാൻ ആക്രോശിക്കുന്ന കേസിലെ ഒരു വിധി ഉണ്ടാവട്ടെ. ആ വിധിക്ക് ശേഷം ഈ കാര്യങ്ങൾ തുറന്ന് പ്രേക്ഷകരോട് സംവദിക്കണം എന്നുള്ളത് തന്നെയാണ്. നിയമപരമായിട്ടുള്ള ചില പരിമിതികൾ മാത്രമാണ് അതിന് മുന്നിലുള്ളത്. സമൂഹം ഒരിക്കലും ഇത് തിരിച്ചറിയണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതെന്തായാലും നമുക്ക് പിന്നീട് പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.